നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കോവക്കായ വെച്ചിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ കോവക്കായ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ കോവക്കായ എടുക്കുമ്പോൾ ഒരുപാട് പഴുക്കാത്തത് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ നമുക്കിവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് പഴുത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, കറിവേപ്പില, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്കായ. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം പിഴിഞ്ഞ പാലും പിന്നെ രണ്ടാമത് നമ്മളെടുത്ത പാലും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്കായ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു പകുതിയോളം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. കോവക്കായ ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് സവോള ചേർത്ത് കൊടുക്കാം. സവോളയും പച്ചമുളകും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടിയാണ്, സാധാ മുളക് പൊടിയാണ്, 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല എന്നിവ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്കായ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മളിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പം കോവക്കായൊക്കെ ഓൾറെഡി നമ്മൾക്ക് ഹാഫ് കുക്കഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഇങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പം കോവക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഫ്ലെയിം ലോവിലോട്ട് മാറ്റുക. എന്നിട്ട് നമ്മളിതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ അതിൽ നന്നായിട്ട് നിന്നോളും. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടി നമുക്ക് കഴിക്കാവുന്നതാണ്.